சர்க்கார்ல நீங்க முதலமைச்சரா நடிக்கிறீங்க அப்படின்னு சொல்லி இல்லங்க, இதுல முதலமைச்சராலாம் நடிக்கல. இல்லனா படத்துல முதலமைச்சரா நடிக்கல, ஒருவேளை நிஜத்துல முதலமைச்சர் ஆனா நிஜத்துல முதலமைச்சரானா முதலமைச்சரா நடிக்க மாட்டேன். உண்மையா இருப்பேன்னு சொல்ல வந்தேன். ഈ വിജയ്ക്ക് മര്യാദയ്ക്ക് അഭിനയിക്കാൻ പോലും അറിയില്ല. എന്നിട്ടാണ് ഇപ്പൊ മുഖ്യമന്ത്രിയാവാൻ നടക്കുന്നത്. അദ്ദേഹത്തെ ഇങ്ങനെ നിങ്ങൾ പുച്ഛിക്കുന്നുണ്ടോ, പരിഹസിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ഒരു കാര്യം അറിയണം. അദ്ദേഹത്തിന് 30 വർഷം കൊണ്ട് അഭിനയിച്ചത് കൊണ്ട് ഒരു വ്യത്യസ്തമായ ക്യാരക്ടർ ഇല്ലെങ്കിലും ഇത്രയധികം വർഷത്തെ എക്സ്പീരിയൻസ് അഭിനയത്തിലുണ്ടെങ്കിലും ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ അറിയണം, സൗത്ത് ഇന്ത്യയിൽ ഇത്രയധികം ഫാൻ ബേസും സ്റ്റാർ വാല്യൂം ഉള്ള മറ്റൊരു നടൻ ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. സത്യമാണത്. വിജയ്ക്കുള്ള അത്രയും ഫാൻ ബേസും സ്റ്റാർ വാല്യൂം ഉള്ള മറ്റൊരു നടനും സൗത്ത് ഇന്ത്യയിൽ ഇല്ല. അദ്ദേഹത്തിന് വ്യത്യസ്തമായിട്ടുള്ള വേഷപ്പകർച്ചകളില്ല, അഭിനയമില്ല, വാരിക്കൂട്ടിയ ഒരുപാട് അവാർഡുകളില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നുണ്ട്, അദ്ദേഹത്തെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആരാധകര്, അത്രയധികം ഭ്രമം പിടിച്ച് സ്നേഹിക്കുന്ന ആരാധകർ അദ്ദേഹത്തിന് ഒരുപാടുണ്ട്. ദളപതി വിജയ് എന്ന് പറയുന്നത് ഒരു പേരല്ല, അതൊരു ബ്രാൻഡാണ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വാല്യൂ ഉള്ള ഏറ്റവും വലിയ ബ്രാൻഡ്. നിങ്ങൾ അദ്ദേഹത്തെ എത്ര വേണമെങ്കിലും കളിയാക്കിക്കോളൂ, എത്ര വേണമെങ്കിലും പുച്ഛിച്ചോളൂ, പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും അയാളെ തകർക്കാൻ കഴിയില്ല. അദ്ദേഹം വലിയൊരു സൂപ്പർ സ്റ്റാർ എന്നതിലുപരി അദ്ദേഹം വലിയൊരു മനുഷ്യ സ്നേഹി കൂടിയാണ്. അതുകൊണ്ട് മാത്രമാണ് വിജയെ ജനങ്ങൾ ഇത്രയധികം നെഞ്ചിലേറ്റാനുള്ള കാരണവും. 30 വർഷത്തെ തന്റെ സിനിമാ ജീവിതം അവസാനിപ്പിച്ച് അദ്ദേഹം പുതിയൊരു മാറ്റത്തിനായിട്ട് തയ്യാറെടുക്കുകയാണ്. അതായത് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയാകുക എന്നുള്ള മാറ്റത്തിന് വേണ്ടി. ഇതൊരിക്കലും പണം സമ്പാദിക്കാനുള്ള ഒരു വഴിയായിരിക്കില്ല, ഒരിക്കലും ആയിരിക്കില്ല. ജനങ്ങളെ സേവിക്കാനുള്ള, എന്നാൽ കഴിയുന്നത്, തങ്ങളാൽ കഴിയുന്നത്, തന്നാൽ കഴിയുന്നത് ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം വെച്ചിട്ടാണ് വിജയ് മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. ഈ ഒരു കലൂരിൽ നടന്ന കൂട്ടമായിട്ടുള്ള ആ ഒരു എന്താ പറയാ സ്റ്റാമ്പേഡ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വിജയുടെ ആരാധകരുടെ, അതായത് ഫാൻസിന്റെ ബലം എത്രയാണ് എന്നുള്ളത്. ആ ഒരു സ്റ്റാമ്പേഡില് ഇത്രയധികം ആളുകൾ മരണപ്പെടാനുള്ള കാരണവും അദ്ദേഹത്തിന്റെ ആ ഒരു ഫാൻ ബേസ് തന്നെയാണ്, ഫാൻ പവർ തന്നെയാണ്. കാരണം അദ്ദേഹത്തെ കാണാൻ ഇരച്ചു കൂടിയ ജനങ്ങൾ അത്രയധികം വലിയ ഓളം സൃഷ്ടിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റാമ്പേഡ് അന്നവിടെ നടക്കാൻ ഇടയായതും അത് വിജയ് എന്ന് പറഞ്ഞ ആ ഒരു മഹാനടന്റെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു കറുത്ത ദിനമായിട്ട് മാറാനുള്ള ഇടയായതും. ഈ ഒരു 2026 ഇലക്ഷൻ എന്ന് പറയുന്നത് വിജയുടെ ജീവിതത്തിലെ ഒരു പോരാട്ടം തന്നെയായിരിക്കും. എന്തായാലും ഈ ഒരു ഇലക്ഷനിൽ വിജയ്ക്കും വിജയുടെ പാർട്ടിക്കും നല്ല രീതിയിലുള്ള വിജയം കൈവരിക്കാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം. നിങ്ങളെ പോലെ ഇത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എന്തായാലും തന്റെ സൗഭാഗ്യകരമായിട്ടുള്ള, തന്റെ ആഡംബരമായിട്ടുള്ള, തന്റെ ആ ഒരു സുഖത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ആ ഒരു ജീവിതം മതിയാക്കി ജനങ്ങളെ സേവിക്കാനായിട്ട് ഈ ഒരു വിജയ് എന്ന് പറയുന്ന വ്യക്തി മുന്നോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ മക്കൾ ഒന്ന് ഓർത്തോണം, ആ ഒരു വിജയ് വരുന്നത് നിങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് എന്ത് വേണമോ അത് നിങ്ങൾ അർഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ബുദ്ധിയും വിവരവും ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് തമിഴ്നാട്ടിലെ മക്കളോടാണ്, കുറച്ചെങ്കിലും ബുദ്ധിയും വിവരവും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു മനുഷ്യനെ വിജയിപ്പിക്കണം. കാരണം ഇതൊരിക്കലും കൈയിട്ട് വാരാനുള്ള വരവല്ല, ജനങ്ങളെ സേവിക്കാൻ വേണ്ടി മാത്രമുള്ള വരവാണ്. അപ്പം എന്തായാലും വിജയിക്കും വിജയിയുടെ പാർട്ടിക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.